നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഒരുമ തുടങ്ങി. പദ്ധതി തുടങ്ങിയത് ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട്. ആരംപുന്ന നരിക്കോട് ചാവരുകാവിൽ മദ്യപിച്ചു കയറി യുവാവിന്റെ അതിക്രമം. പൂജാ സാധനങ്ങളും വിളക്കുകളും തല്ലിത്തകർത്തു. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി കോടതി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ചിതറ കൊച്ചാലുമൂട് അംഗൻവാടിക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ സ്ഥലം ലഭ്യമാക്കി കെട്ടിടം നിർമ്മിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ദുരവസ്ഥ ലൈവ് വാർത്ത ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് നടപടിയെടുക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ മലയാളത്തിന് ആദരമൊരുക്കി കൈരളി വന്ദനം. പത്തനാപുരം ഗാന്ധി ഭവനിൽ നർത്തകി ലക്ഷ്മി ഹരിലാലിന്റെ നൃത്തശില്പം ശ്രദ്ധേയമായി. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഒരുമ തുടങ്ങി. ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് തുടക്കം. MP KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ പ്ലാച്ചേരി ഡംപിംഗ് യാർഡിൽ മാലിന്യം തള്ളുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞതോടെ കഴിഞ്ഞ 2 മാസമായി ശ്രീരാമപുരം മാർക്കറ്റിൽ കെട്ടിക്കിടക്കുകയായിരുന്ന മാലിന്യം CPM പ്രവർത്തകർ നീക്കം ചെയ്തു. രാവിലെ 9 മണിയോടെ മാലിന്യ നീക്കം തുടങ്ങി. നീക്കം ചെയ്യപ്പെടുന്ന മാലിന്യങ്ങൾ പതിവായി ഒരു സ്ഥലത്തു തന്നെ സംസ്കരിക്കുന്നതിന് പ്രാദേശികമായ എതിർപ്പുകളെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പ്രായോഗികമായ ചെലവ് കുറഞ്ഞ മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്നതെന്ന് KN ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പദ്ധതി നടപ്പിലാക്കിയേ കഴിയൂ. അത് ഇന്നിപ്പോഴും നടപ്പിലാക്കുന്ന ഒരു ഔപചാരികമായ ചടങ്ങുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. നിരന്തരമായി കാര്യം നടന്നു കഴിയും. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനോളം കിടക്കുന്ന ഈ മാലിന്യം അത് പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത, ഓരോ പ്രദേശത്തിന് എതിർപ്പ് വരുത്തുകൊണ്ട് ഈ മാലിന്യം മാറ്റിയിടാൻ കഴിയാത്ത ഒരു പ്രശ്നം കേരളത്തിൽ പലർത്തുണ്ട്. ഇവിടെയും ഞാൻ രാജഗോപാലോട് സംസാരിക്കുമ്പോൾ നേരത്തെ തുടങ്ങിയ പ്ലാന്റ് തന്നെ പ്രവർത്തിപ്പിക്കാൻ പ്രാദേശികമായ ആളുകൾ തടയുന്നത് കാരണം കഴിയുന്നില്ല. അത് പല സ്ഥലത്തുമുണ്ട്. പകുതി അറിവില്ലായ്മയും പകുതി ഭയവും ചിലത് രാഷ്ട്രീയ കാരണമൊക്കെ ഇത്ര തർക്കങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നിരന്തരമായി നമുക്ക് ഈ മാലിന്യം ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടിടുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടാണ് പുതിയ പല സങ്കേതങ്ങളും ചെലവ് ചുരുങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നത്. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള സംവിധാനമൊരുക്കുന്നതിന് MP ഫണ്ടിൽ നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ബാലഗോപാൽ ഉറപ്പു നൽകി. MP ഫണ്ടൊക്കെ എന്തെങ്കിലും ഇത്തരം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ആലോചിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം CPM ഇത്തരം കാര്യത്തിൽ വളരെ പുരോഗമനപരമായ നിലപാടെടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഈ മുനിസിപ്പാലിറ്റിയിലും അത്തരം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് MP ഫണ്ട് എന്ന നിലയിൽ വ്യക്തിപരമായി എന്റെ ഫണ്ടിൽ നിന്ന് ഉള്ള കാര്യം പ്രാദേശിക ഫണ്ടിൽ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPM പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് എന്നിവർ ശുചിത്വ സന്ദേശം നൽകി സംസാരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആലുവ മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നഗരസഭ ആലോചിച്ചു വരികയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മാങ്കോട്, വാഴപ്പണ, സൈഡുവാൾ, തലവരമ്പ് മേഖലകളിൽ വ്യാജവാറ്റും അനധികൃത മദ്യവിൽപ്പനയും ശക്തമാകുന്നു. മടത്തറയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം നിലച്ച സാഹചര്യത്തിൽ മേഖലയിലെ ലഹരി വ്യാപാരം കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 1 മാസം മുമ്പ് മാങ്കോടിന് സമീപം പ്രവർത്തനം നിലച്ച പാറക്വാറിയിൽ പ്രവർത്തിച്ചിരുന്ന വാറ്റുകേന്ദ്രം കടക്കൽ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ചെറിയ ഇടവേളയ്ക്കു ശേഷം പ്രദേശത്ത് വ്യാജമദ്യ വിൽപ്പന വീണ്ടും സജീവമായതായാണ് സൂചന. പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ചും അനധികൃത മദ്യവിൽപ്പന നടക്കുന്നുണ്ടത്രേ. എക്സൈസ് വകുപ്പിന്റെ പരിശോധനകൾ വെറും പ്രഹസനമാകുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. ഒപ്പം കഞ്ചാവിന്റെ വിൽപ്പനയും ഇവിടെ വ്യാപകമാകുന്നു. ബാറുകൾ പൂട്ടിയതും ജനകീയ സമരത്തെ തുടർന്ന് മടത്തറയിലെ ബിവറേജസ് മദ്യവിൽപ്പനശാലയുടെ പ്രവർത്തനം നിലച്ചതും വ്യാജമദ്യ വിൽപ്പനയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതോടെ സ്കൂൾ കുട്ടികൾ മുതൽ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി മാറുന്നതായും പറയപ്പെടുന്നു. നിരോധിച്ച പാൻ മസാലകളും വ്യാപാര സ്ഥാപനങ്ങൾ വഴി ഇപ്പോഴും ഇവിടെ സുലഭമായി ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പരമല തീർത്ഥാടനത്തിന് പുനലൂർ ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നുള്ള പദയാത്രാ സംഘം പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പദയാത്രകൾ ഞായറാഴ്ച പരുമലയിലെത്തും. പരിമളത്തിനുവേണ്ടി മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന 10ാമത് പദയാത്രയാണ് പരുമലയിലേക്ക് ഇവിടെ നിന്ന് യാത്രയാകുന്നത്. ശനിയാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ഷാലു ലൂക്കോസിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പ്രഭാത നമസ്കാരത്തിന് ശേഷമാണ് പദയാത്ര തുടങ്ങിയത്. 150ഓളം വിശ്വാസികളാണ് ഈ വർഷത്തെ പരുമല പദയാത്രയിൽ പങ്കെടുക്കുന്നത്.
പദയാത്ര കടന്നുപോകുന്ന വഴികളിൽ വിശ്വാസികൾക്ക് വിവിധ ഇടവകകളുടെ വകയായി ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ പദയാത്രയ്ക്ക് ഒപ്പം ചേരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മോദി സർക്കാർ ആസൂത്രണ ബോർഡിനെ ഇല്ലായ്മ ചെയ്തത് എങ്ങനെയും പണം ചെലവാക്കാമെന്ന അവരുടെ നിലപാടാണ് വ്യക്തമാക്കുന്നതെന്ന് MLA കുറ്റപ്പെടുത്തി. കേരളത്തിലെ UDF സർക്കാരും ഇതുതന്നെയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, പഠിച്ചവർ ഒരുപാട് രംഗത്ത് കാണും. ചരിത്രം പഠിച്ചവർ സോവിയറ്റ് യൂണിയൻ ഈ ലോകത്തിന് നൽകിയ ഒരു വലിയ സംഭാവനയാണ് ആസൂത്രണം. 5 വർഷക്കാലത്തേക്കുള്ള പഞ്ചവത്സര പദ്ധതി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വികസന പദ്ധതികളെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് കാഴ്ചപ്പാട് നൽകാനും നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംഗതി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും അംഗീകരിച്ച്, നമ്മൾ പ്രതിപക്ഷത്താണെങ്കിൽ കൂടി നമ്മളെല്ലാവരും അംഗീകരിച്ച് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ആ ആസൂത്രണ ബോർഡ് BJPയുടെ ഗവൺമെന്റ് വന്ന് ആദ്യം നടപ്പിലാക്കിയ പദ്ധതിക്കാരാണ് വേണ്ടാന്ന്. പക്ഷേ എങ്ങനെയും ആകാം, ഏത് രീതിയിലും ഭരിക്കാം, ഏത് രീതിയിലും പണം ചെലവഴിക്കാം, ഏത് രീതിയിലും എങ്ങനെയും നാട്ടുകാരുടെ തോളെ കയറാം എന്നുള്ള രീതിയിലാണ്. അതുപോലെയാണ് കേരളത്തിലും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ആരംപുന്ന നരിക്കോട് ചാവരുകാവിൽ മദ്യപിച്ചു കയറി യുവാവിന്റെ അതിക്രമം. പൂജാ സാധനങ്ങളും വിളക്കുകളും ഇയാൾ തല്ലിത്തകർത്തു. കാവിന്റെ നടത്തിപ്പുകാർ പോലീസിൽ പരാതി നൽകി. പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി കോടതി വിലയിരുത്തി. ആരംപുന്ന സ്വദേശി സന്തോഷ് എന്നയാളാണ് കാവിൽ അതിക്രമിച്ചു കയറി പൂജാ സാധനങ്ങളും നിലവിളക്കും അടക്കമുള്ള വസ്തുക്കൾ തല്ലി തകർത്തത്. അമിതമായി മദ്യപിച്ചിരുന്ന ഇയാൾ കാവിന്റെ നടത്തിപ്പുകാരെ അസഭ്യം പറയുകയും ചെയ്തുവത്രേ. മദ്യപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ആരുടെയൊക്കെ പ്രേരണയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കാവിന്റെ എല്ലാ ഇതും നശിപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ കാവിന്റെ എല്ലാ ആരാധനാ മൂലക്ഷേത്രങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ചാവരുകാവിന്റെ പ്രവർത്തകരെ തെറി പറയുകയും സ്ത്രീകളടക്കമുള്ളവരെ കല്ല് പറക്കി എറിഞ്ഞുകൊണ്ട് വളരെ ജാതിപരമായി ചീത്ത വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ഇന്നലെ ഇവിടെ നടത്തിയതും. പഴു സന്തോഷവും മദ്യപിച്ച് ഇവിടെ കാവിലെ സാധനങ്ങളും മൊത്തവും അടിച്ചു തകർക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇവിടെ വിളക്കെത്തിക്കാൻ പാടില്ല, ഇവിടെ ഞാനായ ഒരു നിയമമുണ്ട്, ആ നിയമം കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ കത്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ ഈ പൂജാഗ്രന്ഥത്തിന്റെ ഫ്രണ്ടിൽ അയാൾ മൂത്രമൊഴിച്ച് വെക്കുകയും ഇവിടെ കാർഡിച്ച് തുപ്പുകയും പെണ്ണുങ്ങളെയും സ്ത്രീകളെയും എല്ലാവരെയും അയാൾ കല്ലുപറക്കി എറിയുകയും എല്ലാം അയാൾ ചെയ്തിരുന്നു. സിദ്ധനർ വിഭാഗത്തിനാണ് കാവിന്റെ നിയന്ത്രണം. പ്രദേശത്തെ നായർ സമുദായത്തിൽപ്പെട്ടവരുമായി കാവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. പ്രതി സന്തോഷ് നായർ സമുദായത്തിൽപ്പെട്ടയാളായതിനാൽ സംഭവം കാവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും പോലീസ് ഇത് നിഷേധിച്ചു. മദ്യപിച്ച് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായ സാഹചര്യത്തിലാണ് പ്രതി ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കപ്പെട്ട പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ജാമ്യം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരളപ്പിറവി ദിനത്തിൽ മലയാളത്തിന് ആദരമൊരുക്കി കൈരളി വന്ദനം. പത്തനാപുരം ഗാന്ധിഭവനിൽ നർത്തകി ലക്ഷ്മി ഹരിലാലാണ് നൃത്തശില്പമൊരുക്കിയത്. ഭാഷയെയും നാടിനെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയായിരുന്നു നൃത്തശില്പം. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജനകീയ കവിതാവേദി പ്രസിഡന്റ് KK ബാബു മലയാള സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അറബിക്കടലിനിടയിൽ ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സുന്ദരമായ പൂന്തോട്ടമാണ് നമ്മുടെ കേരളം. ലക്ഷ്മി ഹരിലാലിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അതിൽ പങ്കുചേരുകയാണ്. ഇത് ഗാന്ധിഭവൻ കുടുംബത്തിന്റെ 1000-ലധികം വരുന്ന കുടുംബ വള്ളത്തോളിന്റെ പ്രസിദ്ധമായ എന്റെ ഭാഷ അടക്കമുള്ള വിവിധ കവിതകൾ കോർത്തിണക്കിയാണ് നൃത്തശില്പമൊരുക്കിയത്. അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ
മലയാളത്തിന് അമൂല്യ സംഭാവനകൾ ചെയ്ത കവികളുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ ഏന്തിയായിരുന്നു പരിപാടി. 30 മിനിറ്റ് നീണ്ടുനിന്ന കൈരളി വന്ദനത്തിലൂടെ മലയാള ഭാഷയെയും മലയാള നാടിനെയും സർവാദരവോടെ സംരക്ഷിക്കണമെന്ന് ലക്ഷ്മി ഹരിലാലും സംഘവും ആവശ്യപ്പെടുന്നു. ഭാഷയും അതിന്റെ നന്മയും സംരക്ഷിച്ചില്ലെങ്കിൽ മലയാളി തന്നെ ഇല്ലാതാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. വശ്യസുന്ദരമായ നൃത്താവിഷ്കാരം കൊണ്ടും ശ്രവണമനോഹരമായ സംഗീത സന്നിവേശം കൊണ്ടും അർത്ഥസമ്പുഷ്ടമായ ആഖ്യാന ശൈലി കൊണ്ടും കൈരളി വന്ദനവും അക്ഷരപൂജയും വേറിട്ടതായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ചിതറ കൊച്ചാലുമൂട് അംഗൻവാടിക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ സ്ഥലം ലഭ്യമാക്കി കെട്ടിടം നിർമ്മിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ദുരവസ്ഥ ലൈവ് വാർത്ത ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് നടപടിയെടുക്കുന്നത്. സ്വന്തമായി കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതത്വവുമില്ലാത്ത അംഗൻവാടിയുടെ ദുരവസ്ഥ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടകരമാം വിധം വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിനോട് ചേർന്നാണ് അംഗൻവാടിയുടെ പ്രവർത്തനം. ബാത്റൂമുകളോ പാചകപ്പുരയോ ഇല്ലാത്ത ഒറ്റമുറി കടയ്ക്കുള്ളിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. സമീപത്തെ ഖാദി ബോർഡിന്റെ വസ്തുവിൽ 3 സെന്റ് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാൻ ശ്രമം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയെങ്കിലും ഖാദി ബോർഡ് ഇത് തടഞ്ഞതാണ് കെട്ടിട നിർമ്മാണം വൈകാൻ കാരണമായതെന്ന് എസ് മുരളീധരൻ നായർ പറഞ്ഞു. കെട്ടിടം നിർമ്മിക്കാനുള്ള തുക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരുന്നതായും സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് അംഗൻവാടിയുടെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദി ബോർഡിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അത് തടയുകയാണ് ചെയ്തത്. സ്ഥലം അവര് ഖാദി ബോർഡിന്റെ തന്നെ കിടന്നാലും പഞ്ചായത്തിൽ ആ അംഗൻവാടി ബിൽഡിംഗ് വെച്ച് അതുകൂടി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. യാതൊരു സാങ്കേതിക തടസ്സമില്ലെന്ന് നാട്ടിലെ പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായത്തോടുകൂടിയാണ് ഞാൻ ആ പരിപാടി തുടങ്ങാൻ വരികയാണ്. പണി തുടങ്ങാൻ നേരത്ത് ഖാദി ബോർഡിന്റെ ബന്ധപ്പെട്ട അധികാരികൾ തടയുകയും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ളവരെ നേരിൽ പോയി 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുകയും ചെയ്തു. ഖാദി ബോർഡ് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരാഴ്ചയ്ക്കകം വെച്ച് അത് പോയി അതെന്താവും എന്നുള്ളതിൻ്റെ തീർപ്പ് കൽപ്പിക്കുവാൻ തീരുമാനം എടുക്കുവാൻ പഞ്ചായത്തിൽ നിന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ 3 സെന്റ് സ്ഥലം കണ്ടെത്തി അടിയന്തരമായി ഈ സാമ്പത്തിക വർഷം തന്നെ കൊച്ചാലമൂട് അംഗൻവാടി പണി പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അറിഞ്ഞില്ലേ, പത്തനാപുരത്തിന് പൊന്നിൻ തിളക്കവുമായി സൺസിറ്റി ഗോൾഡ് പാർക്കിന്റെ പുതിയ മെഗാ ഷോ ഈ വരുന്ന നവംബർ 6 രാവിലെ 10:30 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഈ ശുഭവേളയിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. സൺസിറ്റി ഗോൾഡ് പാർക്കിന്റെ പുതിയ മെഗാ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാനും ഉണ്ടാകും. സൺസിറ്റി ഗോൾഡ് പാർക്ക്, പത്തനാപുരം. മറക്കല്ലേ, നവംബർ 6 രാവിലെ 10:30. പുനലൂർ വെറ്ററിനറി പോളിക്ലിനിക്കിന്റെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുനലൂർ പേപ്പർ മിൽ UP സ്കൂളിൽ മൃഗസംരക്ഷണ ബോധവത്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വളർത്താൻ കോഴികളെ വിതരണം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതി സ്കൂളിൽ തുടങ്ങി. UP വിഭാഗത്തിലെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും 5 കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിത്തീറ്റയും വിതരണം ചെയ്തു. ബോധവത്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. 54 കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്യുന്നത് 35 വാർഡിലും നമ്മൾ ആദ്യം വേറെ സ്കൂളുകളൊക്കെ നോക്കി. പക്ഷേ 50 കുട്ടികളിൽ കൂടുതലുള്ളത് പേപ്പർ മിൽ സ്കൂളാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്കൂൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്ന്, അതുപോലെ തന്നെ അവരുടെ തീറ്റ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വസന്താരഞ്ജൻ, സുശീല രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ ഹൈസ്കൂൾ വാർഡിൽ മാലിന്യ നിർമ്മാർജ്ജന സെമിനാർ സംഘടിപ്പിച്ചു. ഖരമാലിന്യ സംസ്കരണം ലോകമാകെ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്ന് സെമിനാർ ചൂണ്ടിക്കാട്ടി. നഗരസഭ മുൻ ചെയർമാൻ SM ഖലീലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കേരള സംസ്ഥാന മാലിന്യ നിർമ്മാർജ്ജന ബോർഡിന്റെ ചീഫ് എഞ്ചിനീയർ EJ വിജയദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, പുനലൂർ ടൗണിൽ മാത്രമല്ല, ഹൈസ്കൂൾ വാർഡിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഒരു പ്രശ്നമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ഖരമാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത്. പൊതുവായിട്ട് നിങ്ങളുടെ ചെയർമാൻ സൂചിപ്പിച്ച രീതിയിൽ തന്നെ മലിനീകരണം, പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ മലയാളികൾ എന്തായാലും വളരെ ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളെല്ലാം ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചർച്ചകളും പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. വാർഡ് കൌൺസിലർ PA അനസ്, ഡോക്ടർ RV അശോകൻ, K ഹരികുമാരൻ പിള്ള, പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, N മുരളീധരൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. NSSന്റെ 100 വയസ്സ് ഒറ്റക്കൽ ദേവിവിലാസം കരയോഗം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനമായി ആഘോഷിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമായിരുന്നു പരിപാടികൾ.
100ാമത് ജന്മദിനം പതാക ദിനമായി സംസ്ഥാനം മുഴുവൻ ആഘോഷിക്കാൻ NSS തീരുമാനിച്ചിരുന്നു. ഒറ്റക്കൽ ദേവിവിലാസം 2637 നമ്പർ കരയോഗത്തിൽ രാവിലെ 9 മണിക്ക് ആഘോഷങ്ങൾ തുടങ്ങി. മന്നം സ്മരണ പ്രാർത്ഥനയ്ക്ക് ശേഷം കരയോഗം പ്രസിഡന്റ് രാജശേഖരൻ നായർ പതാക ഉയർത്തി. തുടർന്ന് പ്രസിഡന്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് കരയോഗം വളർന്നു വരുന്നതെന്നും സമൂഹത്തിലെ അവശ വിഭാഗങ്ങൾക്ക് NSS കൈത്താങ്ങായിരിക്കുമെന്നും കരയോഗം പ്രസിഡന്റ് രാജശേഖരൻ നായർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കോളർഷിപ്പ് വിതരണം. 4ാം ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്ന കരയോഗ അംഗത്തിൻ്റെ കുട്ടിക്ക്, അതേപോലെ 7ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് +2 ഡിഗ്രി ഈ തലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ എല്ലാ വർഷവും സ്കോളർഷിപ്പ് കൊടുക്കുക. കൂടാതെ നമ്മളെ ചികിത്സാ ധനസഹായം നൽകി വരുന്നു. ആഘോഷ പരിപാടികൾക്ക് കരയോഗം ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ നായർ, ഗോപകുമാർ, ഗോപിനാഥപിള്ള, ശൈലജ, മണിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമാധാന പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ആഗോളതലത്തിൽ നടത്തിവരുന്ന പീസ് പോസ്റ്റർ കോൺടെസ്റ്റിന്റെ ഭാഗമായിരുന്നു പരിപാടി. ലോക സമാധാന സന്ദേശം യുവാക്കളിൽ എത്തിക്കുന്നതിനായി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 1988 മുതൽ ലോകമെമ്പാടും നടത്തിവരുന്ന മത്സരമാണ് ഇത്. പുനലൂർ, തെന്മല, കുന്നിക്കോട്, അഞ്ചൽ, ആയൂർ, കൊളുത്തുപുഴ മേഖലകളിലെ വിദ്യാർത്ഥികളാണ് പുനലൂരിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. സ്നേഹം, പരസ്പര ധാരണ, സമാധാനം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു മത്സരം. 11 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുത്തത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് PB വേണു, സെക്രട്ടറി PC കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഒരുമ തുടങ്ങി. പദ്ധതി തുടങ്ങിയത് ശ്രീരാമപുരം മാർക്കറ്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട്. ആരംപുന്ന നരിക്കോട് ചാവരുകാവിൽ മദ്യപിച്ചു കയറി യുവാവിന്റെ അതിക്രമം. പൂജാ സാധനങ്ങളും വിളക്കുകളും തല്ലി തകർത്തു. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി കോടതി. അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്ത ചിതറ കൊച്ചാലുമൂട് അംഗൻവാടിക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ സ്ഥലം ലഭ്യമാക്കി കെട്ടിടം നിർമ്മിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ദുരവസ്ഥ ലൈവ് വാർത്ത ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് നടപടിയെടുക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ മലയാളത്തിന് ആദരമൊരുക്കി കൈരളി വന്ദനം. പത്തനാപുരം ഗാന്ധിഭവനിൽ നർത്തകി ലക്ഷ്മി ഹരിലാലിന്റെ നൃത്തശില്പം ശ്രദ്ധേയമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.